1942 സെൻട്രൽ ജയിലിൽ വെച്ച വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ പ്രേമലേഖനം എന്ന കഥയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ജീവിതം യൗവനവിഷ്ണുവും ഹൃദയം പ്രേമസുലഭവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാൻ സാറാമ്മയോടുള്ള പ്രേമത്തിൽ കഴിയുകയാണ്. മധുരതരമായ ഒരു മറുപടി ആഗ്രഹിച്ചുകൊണ്ട് സാറാമ്മയുടെ സ്വന്തം സാറാമ്മയുടെ അപ്പച്ചനും കണ്ണിലെ കരടാണ് സാറാമ്മ. സ്വകാര്യ ജോലിയുള്ള കേശവനാണ്. വയസ്സ് 25. സുന്ദരിയായ സാറാമ്മ മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായി 2-3 വർഷമായി വീട്ടിൽ ചുമ്മാ ഇരിക്കാം. കേശവനായിട്ട് സാറാമ്മയുടെ കരുത്ത് പ്രേമം മുട്ടിട്ടു വന്നാനുരാഗം വളർന്നേ ആകാശമുട്ടുന്ന പോലെയായി മുട്ടിട്ടു വന്നാനുരാഗം വളർന്നേ ആകാശമുട്ടുന്ന പോലെയായി. കേശവനാർ പ്രേമത്തിന്റെ സെറ്റുകുപ്പ് തുറക്കാനുള്ളവർ സാറാമ്മ നോക്കിയേക്കും. എന്താണ് നിയമമാണ്? കേശവനാർ എഴുതി തയ്യാറാക്കിയ തന്റെ പ്രേമലേഖനം സാറാമ്മ കൊടുത്തു. അത് വായിച്ചിട്ട് ചുരണ്ടി തൊട്ടിയുടെ ഏറെ കൊടുത്തു. ആ കത്ത് കിടക്കുന്നിടത്തേക്ക് ഒരു നോക്കുവാൻ പോലും കേശവനാർ തുടങ്ങിയില്ല. കേശവനാർക്ക് മൗനം പൂണ്ടു. സ്വതവേ തമാശക്കാരനായ കേശവനാർ സാറാമ്മയോട് പറഞ്ഞു, സ്ത്രീകളുടെ തലയിൽ നിലാവെളിച്ചമാണ്. അതല്ല, സ്ത്രീകൾ ദൈവത്തിന്റെ ഉൾക്കൃഷ്ണ സൃഷ്ടിയാണ്. ഒരു ദിവസം മുടിമുട്ടി ടാങ്കിലേക്ക് പോകുമ്പോൾ തന്റെ ജീവിതത്തിന് സുന്ദരപ്പെട്ട സാറാമ്മയുടെ മടിയിലേക്ക് ഇറങ്ങി. തന്റെ ഉള്ളിലുള്ള ഭയം സാറാമ്മ ഒന്ന് അറിയിക്കുവാൻ കേശവനാർ പാടുകെടുത്തു. പെണ്ണുങ്ങൾ നടക്കും എന്തെല്ലാം കൊപ്പുകളുണ്ട് പ്രവേശിച്ചുകളുണ്ട്. പെണ്ണുങ്ങൾ നടക്കും എന്തെല്ലാം കൊപ്പുകളുണ്ട് പ്രവേശിച്ചുകളുണ്ട്. കുപ്പിച്ചില്ലും കണ്ണാടി ഉരുന്നു പോകേണ്ടത്. ഇങ്ങനെ കുറച്ച് വർത്തമാനങ്ങളുമായി എപ്പോഴും അയാൾ അവരെ സമീപിക്കും. പുരുഷന്മാർ നടത്തുന്ന പ്രേമലേഖനങ്ങൾ അതിൽ കാണുമായിരിക്കും. ഓരോ ദിവസവും കിട്ടുന്ന കത്തുകൾ കൂട്ടി വലിയൊരു കെട്ടിയാകും. അല്ലേ സാറാമ്മ? കൃഷ്ണനാരുടെ കമന്റ്. വീട്ടിലെ ഏകാന്തതയിൽ നിന്നും രക്ഷിക്കാൻ ഒരു ജോലി കിട്ടിയാൽ കൊള്ളാമായിരുന്നു. പല കല്യാണാലോചനകളും കുഴപ്പിപ്പോയ കാര്യം അയാൾ അവളെ ഓർമ്മിപ്പിച്ചു. ക്രിസ്ത്യാനികൾ വരുമാർ സ്ത്രീധനം വേണം അവർക്കിടെ. ക്രിസ്ത്യാനികൾ വരുമാർ സ്ത്രീധനം വേണം അവർക്കിടെ. സ്ത്രീധന ഏർപ്പാട് നല്ലത് സാറാമ്മ. അവരുടെ ചോദിച്ചു, എന്നെ ജോലിക്കാരൻ ശരി സാറാമ്മ ജോലിക്ക് എന്ത് ജോലി? എന്നെ പ്രേമിക്കുക. അവളുടെ കണ്ണുകൾ പ്രകാശപൂരിതമായി. ശമ്പളം മാസം 20 രൂപ. അങ്ങനെ മാസം 20 രൂപയ്ക്ക് സാറാമ്മ ഈശ്വരനായി പ്രേമിക്കുന്നു. സാറാമ്മ ചോദിച്ചു, അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ജോലി സ്ഥിരമോ അതോ ടെമ്പററിയോ? സ്ഥിരം, ശാശ്വതം, അനന്തം.
കട്ടിലിൽ ചെന്നിട്ട് ചോദിച്ചു, മദ്രാസിലേക്ക് പോകുവാനുള്ള പണം? എൻ്റെ വാച്ചും മോതിരവും വിറ്റു. അവൾ ഒന്നും സംഭവിക്കാത്ത മട്ടിലിരുന്നു. ചിരകാലം സ്നേഹിച്ച കാലമോർത്ത് കണ്ണീർ കടങ്ങൾ ഉരുണ്ടു വീണു. ചിരകാലം സ്നേഹിച്ച കാലമോർത്ത് കണ്ണീർ കടങ്ങൾ ഉരുണ്ടു വീണു. എന്നിവിടെ കൊടുന്നു. അവൾ യാത്രയ്ക്ക് തയ്യാറായി സാറാമ്മയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ മുറി തുറന്നു കിടക്കുന്നു. അവളുടെ കട്ടിലിൽ ഒരു തുണ്ട് കടലാസിൽ അയാളുടെ കണ്ണുകൾ പറഞ്ഞു. അതിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ജീവിതം പ്രേമം സുരഭിലവുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എനിക്ക് നല്ല ഒരു ജോലി കിട്ടിയിരിക്കുന്നു. സ്ത്രീകളില്ലാതെ വിവാഹം ചെയ്യുവാൻ മുഷിഞ്ഞ ഒരുമയോടെ ഒരാൾ എത്തിയിരിക്കുന്നു. നിങ്ങൾ പോകുന്നു എന്ന് സാറാമോ? കേശവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടി. അതാ നിൽക്കുന്നു തന്നെ എല്ലാമായി പ്രേയസി. ആഹ്ലാദകരമായ ഒരു ഉഗ്രൻ ചോളമണിയോടെ തീവണ്ടി നീങ്ങി. ഓടിക്കൊണ്ടിരിക്കുന്ന ആ തീവണ്ടിയിൽ നിന്ന് റെയിൽവേ പാളത്തിന്റെ താഴേക്ക് നോക്കി. അവരുടെ യാത്രയ്ക്കിടയിൽ സാറാമ്മ കൊടുത്ത ആ കുട്ടി അയച്ചു നോക്കി. അതിൽ നിന്ന് ഇറങ്ങിയിരുന്നു. ശമ്പളവുമായി കിട്ടിയ രൂപയിൽ നിന്നും 1 രൂപ മുടക്കി വാങ്ങി ലോട്ടറി അടിച്ച രൂപയടക്കം അയാളെ വെല്ലുവിളി. 1950 രൂപ. ഇത് കൊടുത്തൊരു വാച്ചും മോതിരവും വാങ്ങണം. സാറാമ്മ അവരുടെ ബ്ലൗസിനിടയിലും അനീകാലത്ത് വിയർപ്പിൽ കുളിച്ച ഒരു കത്തെടുത്ത് അയാൾക്ക് കൊടുത്തു.